നമ്മുടെ മനസ്സ് ചാഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ ചിന്തകൾ ചാഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ സംസാരങ്ങൾ ചാഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? പുറത്തിറങ്ങിയ കുടുംബത്തെ നോക്കി ഒന്ന് കാര്യമായിട്ട് ആലോചിച്ച് നോക്ക്. എൻ്റെ കുടുംബം ചാഞ്ഞിരിക്കുന്നത് എങ്ങോട്ടാണ്? വിശുദ്ധര് വസിക്കുന്ന ഒരു കൂടാരം കണക്കി അത് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അശുദ്ധിയുടെ ഒരിടമായിട്ട് മാത്രം അത് നിലനിൽക്കുന്നുണ്ടോ? കർത്താവിനെ പ്രസാദിപ്പിക്കാത്ത, തിളക്കമില്ലാത്ത നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ വിളിക്കനുസരിച്ച് ജീവിച്ച് ഇങ്ങനെ വിശുദ്ധിയുടെ തിളക്കം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രഭാപൂർണമാക്കാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അപ്പനെ അമ്മയെയൊക്കെ കുറിച്ചൊക്കെ ഇതുപോലെ ആലോചിച്ചെടുക്കണം. വിശുദ്ധരായിരുന്നു എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എന്നൊക്കെ പറയണ വിധത്തിൽ. കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്, ഗൾഫിൽ നിന്ന് വരുന്ന മകൻ അപ്പന് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമ്മാനം നല്ലൊരു കുപ്പിയാ, മദ്യക്കുപ്പി. മനസ്സിലാവണില്ല എവിടെയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ വിശുദ്ധമായിട്ടുള്ള ഒരു തിളക്കം നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി. സാത്താൻ ഇങ്ങനെ കയറി മേഞ്ഞുകൊണ്ടിരിക്കുന്ന, അവൻ്റെ സ്വന്തമാക്കാനായിട്ട് എല്ലാ അശുദ്ധതകളിലൂടെയും ഇങ്ങനെ വഴി കാണിച്ചു കൊണ്ടിരിക്കുന്ന, ഇങ്ങനെ അവന് സ്വന്തമായും അടിമകളായും മാറിക്കൊണ്ടിരിക്കുന്ന, അവൻ്റെ സാമ്രാജ്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെയും സമർപ്പിച്ച്, പ്രത്യേകിച്ച് അപ്പനെ അമ്മയൊക്കെ ഒന്ന് സമർപ്പിക്കും. മക്കൾക്കൊക്കെ ഇതുപോലെ വിശുദ്ധ മാർട്ടിനെ പോലെയും വിശുദ്ധ സെലിഗ്വരിനെ പോലെയും ഒക്കെ മാതൃക കാണിക്കുന്ന പ്രാർത്ഥനയുടെ മനുഷ്യരായി, വലിയ വിശുദ്ധിയുടെ വഴികാട്ടികളായി, വിശുദ്ധ ജീവിതത്തിലേക്കുള്ള പ്രകാശങ്ങളായിട്ടൊക്കെ നിൽക്കാൻ നമ്മുടെ അപ്പനെ അമ്മയൊക്കെ ഒന്ന് സഹായിക്കണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കും. ചില നേരങ്ങളിൽ ഇവർ നമ്മളോട് പറയുന്ന ചില വാക്കുകൾക്ക് മുൻപിൽ നമ്മളിങ്ങനെ മിണ്ടാട്ടം വെട്ടി അനങ്ങാതെ നിന്ന് പോകാറുണ്ട്. ചില കാര്യങ്ങളിൽ അവർ നിർബന്ധം പിടിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ ബലം പിടിക്കാറില്ല. ഇവരുടെ ഒരു നിർബന്ധമൊക്കെ ഇതുപോലെ കുടുംബത്തെ വിശുദ്ധിയുടെ ദേവാലയങ്ങളാക്കി തീർക്കുന്നതിന് വേണ്ടി ആയിരിക്കട്ടെ.